കുറേ നാളായിട്ട് വരണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ് കേംബ്രിഡ്ജ്. വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഫർദർ പോകണമെന്നുള്ളതുകൊണ്ട് പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെച്ച് അവസാനം ഞങ്ങൾ കേംബ്രിഡ്ജ് കാണാൻ തീരുമാനിച്ചു. ആസ് യൂഷ്വൽ പാർക്ക് ആൻഡ് റൈഡിൽ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് ആ ബസ് കയറി സിറ്റി സെൻറ്ററിലേക്ക് വന്നിറങ്ങി. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ളത് കുറച്ചൊക്കെ നോക്കിയെങ്കിലും കൺഫ്യൂഷനായി. പിന്നെ ആൾക്കാർ പോകുന്ന വഴിക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. വളരെ പഴക്കം ചെന്ന ഒരു ഹിസ്റ്ററിയാണ് കേംബ്രിഡ്ജിനുള്ളത്. ബാക്കിയുള്ള ഏത് സ്ഥലങ്ങളെ പോലെയൊക്കെ തന്നെ 1200കളിൽ അവിടുത്തെ കുറേ പ്രൊഫസേഴ്സ് ഓക്സ്ഫോർഡിൽ നിന്ന് അടിയുണ്ടാക്കി വന്ന് കുറേ കോളേജൊക്കെ ഉണ്ടാക്കി എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തൊരു സ്ഥലമാണ് ഈ കേംബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരു നോർമൽ ടൂറിസ്റ്റ് പ്ലേസ് പോലെയല്ല കേംബ്രിഡ്ജ്. എനിക്ക് ഫീൽ ചെയ്തത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ സ്റ്റുഡൻസ് ടാഗൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. പഠിപ്പിസ്റ്റുകളുടെ ഒരു ലോകം പോലെ എനിക്ക് തോന്നിയത്. ഞങ്ങൾ ബസ് ഇറങ്ങി നേരെ ചെന്നത് ഒരു മാർക്കറ്റ് ഏരിയയിലേക്കാണ്. ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ബുക്കുകൾ അങ്ങനെ വിൽക്കാൻ ഒരുപാട് എല്ലാ കാര്യങ്ങളും കുത്തി നിറച്ച ഒരു മാർക്കറ്റ്. ആ ഒരു സിറ്റി സെൻറ്ററിൻ്റെ നടുക്കിൽ തന്നെ ആ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെയാണ്. നല്ല രസമായിട്ടുള്ളൊരു മാർക്കറ്റ് ഏരിയ ആയിരുന്നു. നമ്മൾ പോകുന്ന വഴിക്കൊന്നും കാറുകളോ ബസ്സുകളോ അങ്ങനെയൊന്നുമില്ല. ഒരുവിധം എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അവരെല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സൈക്കിളാണ്. സൈക്കിൾ ക്യാപിറ്റൽ ഓഫ് UK എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേംബ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാണ്ട് നടക്കാം. വണ്ടി വരുമില്ലയോ അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. പിള്ളേർക്കാണെങ്കിലും നല്ല സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടാൽ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ മുക്കിന് നിൽക്കേണ്ടി വരും. ഓരോ ബിൽഡിങ്ങുകളും അത്രയും ഭംഗിയുള്ള ബിൽഡിങ്സാണ്. ഇടയ്ക്ക് ചെറിയ ബുക്ക് ഷോപ്പുകൾ, ഗിഫ്റ്റ് ഷോപ്പുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റാച്യു, അല്ലെങ്കിൽ ചെറിയൊരു ചാപ്പൽ, അങ്ങനെ കുത്തി നിറച്ച ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് അധികം വേണ്ടാന്ന് തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേ ഞങ്ങളെടുത്ത തീരുമാനമാണ് ഒരു ഹറി ചെയ്യാതെ നടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് കേംബ്രിഡ്ജ് എന്നുള്ളത്. അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അങ്ങനെയുള്ളൊരു ഓട്ടപ്രദക്ഷിണം വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞത്. മെല്ലെ നടക്കുക, കാഴ്ചകളൊക്കെ കാണുക, എന്നിട്ട് മടുക്കുമ്പോൾ റെസ്റ്റ് എടുക്കുക, കുറച്ചുകൂടെ നടക്കുക, എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ ഫിറ്റ്സ്ബിലീസ് എന്ന് പറയുന്ന ഒരു ബേക്കറി കണ്ടത്. ഞാൻ മുമ്പ് ഏതൊക്കെ സ്ഥലം കാണണം എന്നൊക്കെ തപ്പി പിടിച്ച് വരുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് എല്ലാവരും പറഞ്ഞിരുന്നൊരു സ്ഥലമാണ് ഈ ഫിറ്റ്സ്ബിലീസ് എന്നുള്ളത്. നല്ല ഐസ്ക്രീമുകളും അവരുടെ ചെൽസി ബണ്ണെന്ന് പറഞ്ഞിട്ട് നല്ല ഷുഗറി ബണ്ണൊക്കെ കിട്ടും. സിനമൺ റോൾസൊക്കെയാണ്, നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷേ നല്ലതായിരുന്നു. ഹൈ ഷുഗറാണ്, ടേസ്റ്റുണ്ട്, കൊള്ളാം. ആ ഒരു പേരിനെ ന്യായീകരിക്കാവുന്ന ഒരു സ്ഥലമൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സിനമൺ ബൺസൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. സാമി ഐസ്ക്രീം കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ അടുത്താണ് കൊടുത്തു തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് അവന് അതിനോടൊരു അട്രാക്ഷനാണ്. ഐസ്ക്രീം ഒരെണ്ണം ഒറ്റയ്ക്ക് കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവൻ. എനിക്കും മക്കൾക്കും ഷുഗർ എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ ഐസ്ക്രീമും ബണ്ണൊക്കെ ആസ്വദിച്ച് കഴിച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞങ്ങളത് തീർത്തത്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ തീരുമാനിച്ച അടുത്തൊരു കാര്യമാണ്, ഒരുപാട് സ്ഥലങ്ങൾ പോകാനുള്ള പ്ലാനൊന്നുമില്ല. കുറച്ച് സ്ഥലങ്ങൾ പിള്ളേരുടെ കംഫർട്ടബിലിറ്റി കൂടെ നോക്കിയിട്ട് കാണാമെന്നുള്ളത്. അവർക്കിങ്ങനെ ഓടി നടന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ കുറേ നേരം എവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് അത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഈ വിസിറ്റ്. കേംബ്രിഡ്ജിൻ്റെ ഓരോ സ്ട്രീറ്റുകളും അത്രയും കല്ലുകളൊക്കെ പാകി ഭംഗിയുള്ള സ്ട്രീറ്റുകളാണ്. ഓരോ കോളേജ് ബിൽഡിങ്ങുകൾ, 31 കോളേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓരോ കോളേജിൻ്റെയും ആർക്കിടെക്ചറൽ എലഗൻസ് എന്ന് പറഞ്ഞാൽ അത് കാണേണ്ട ഒരു കാര്യമൊക്കെ തന്നെയാണ്. പണ്ട് ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ ഇവിടേക്ക് വിസിറ്റ് ചെയ്ത സമയത്ത് എല്ലാ കോളേജുകളും ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുവിധം എല്ലാ കോളേജുകളും അവർ ടിക്കറ്റൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ടൂറിസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും, അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും. പക്ഷേ എക്സ്പെൻസീവാണ്. ഓരോ കോളേജിലും ഇപ്പോൾ ടിക്കറ്റ് കൊടുത്ത് കയറി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു 500 പൗണ്ട് ഒരു വീക്കെൻഡ് തീർക്കേണ്ട ബഡ്ജറ്റ് വേണ്ടി വരും. പക്ഷെ അതൊരു സാഡ്
സിറ്റുവേഷനാണ് ടു ബി ഫ്രാങ്ക്. അല്ലെങ്കിൽ എത്രയോ നല്ല കോളേജുകൾ കാണാമായിരുന്നു. എങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴും ബാക്കിൽ നിന്ന് ചിലപ്പോൾ സൈക്കിളിൻ്റെ ബെല്ലൊക്കെ കേൾക്കാം. നമ്മളൊരു സൈഡിലേക്ക് മാറി നിൽക്കണം. ചിലപ്പോൾ അത് സ്റ്റുഡൻസൊക്കെ ആയിരിക്കും, ഒരു കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്ക് ക്ലാസ്സിന് വേണ്ടി പോകുന്ന. ചിലരൊക്കെ ഗൗൺ ഇട്ട് നടക്കുന്നുണ്ട്, കുറേ പേര് ID കാർഡൊക്കെ ഇട്ട്. അങ്ങനെ മൊത്തം പഠിപ്പിസ്റ്റുകളുടെ ഒരു സ്ഥലത്തിൽ കൂടെ നടക്കുന്ന ഫീലിംഗ് ആയിരുന്നു ദി എൻറ്റയർ ടൈം. വന്ന സമയം തൊട്ടേ ഞങ്ങൾ മാപ്സ് നോക്കിയിരുന്നില്ല. എവിടേക്ക് ആളുകൾ പോകുന്നുണ്ടോ അങ്ങോട്ട് നടക്കും, എന്നിട്ട് ആ സ്ഥലം കാണും. ചെറിയൊരു ആലിവേ കാണുവാണെങ്കിൽ അതിൽ കൂടെ പോവും. പിന്നെ അത് എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെ കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കാണും. തിരിച്ച് വേറൊരു മെയിൻ റോഡിൽ പോവും. പിന്നെ അവിടുന്ന് വേറൊരു ഊട് വഴി കൂടെ പോവും. അങ്ങനെയൊക്കെ കണ്ടു നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കേംബ്രിഡ്ജിൻ്റെ ഏരിയ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. ഇപ്പോൾ ഈ കാലത്ത് ഒരു ബിൽഡിങ് പണിയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിവെച്ച് അവസാനിപ്പിക്കും. പക്ഷേ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഓരോ അറ്റം നോക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ആർക്കിടെക്ചറൽ എലഗൻസ് കാണാൻ പറ്റും. ചെറിയൊരു പ്രതിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററിങ്ങോ അല്ലെങ്കിൽ ആർക്കിടെക്ചറലി എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഭംഗിയുള്ള എന്തെങ്കിലും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത്രയും റിച്ച് ബിൽഡിങ്സാണ്. അന്നത്തെ കാലത്ത് ഈ ബിൽഡിങ്ങുകൾ പണിയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആർട്ട് പണിയുന്ന പോലെയാണ്. ഇന്നൊക്കെയാണ് അത് ഇല്ലാതായത്. ഒരു 2 മണിക്കൂറിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന ഒരു വെഹിക്കിളാണ് ഈ ബസ്. ടൂറിസ്റ്റ് ബസ്സാണ്. അതിൻ്റെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെ ആൾക്കാരെയും കൊണ്ട് പോകുന്നു. അതൊഴിച്ചാൽ എല്ലായിടത്തും കഫേകളും ലൈബ്രറികളും നേരത്തെ പറഞ്ഞ പോലെ. ഇതൊരു പള്ളിയാണ്. ആ പള്ളി അവരതൊരു കഫേ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആൾക്കാരുടെ ഭാഗം ഗ്ലാസ് വെച്ച് അടച്ചിട്ടുണ്ട്. അതർവൈസ് നല്ല കോഫി കിട്ടുന്ന ഒരു കഫേ. ഓക്സ്ഫോർഡ് ആയാലും കേംബ്രിഡ്ജ് ആയാലും ഇങ്ങനെയുള്ള സിറ്റിയിലൂടെയുള്ള വാക്ക് എപ്പോഴും നല്ല രസമുള്ള വാക്കായിരിക്കും. കാരണം വെച്ചാൽ ഈ റോഡ് സൈഡിലെ ആൾക്കാർ പെർഫോമിങ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയുക ബിസിനസ്, കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ ഉണ്ടാവും. ഈ ഒരു എപ്പോഴും സ്ട്രീറ്റുകളുടെയും ബിൽഡിങ്ങുകളുടെയൊക്കെ ആർക്കിടെക്ചർ ഈ സിറ്റീസിൻ്റെ ഭയങ്കര ഭംഗിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും പഴക്കമുള്ള സിറ്റികളല്ലേ ഇത്. കേംബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ച സംഭവം എന്ന് പറയുന്നത് ട്രിനിറ്റി കോളേജ് എന്ന് പറയുന്നതാണ്. ഇവിടുത്തെ ഈ കാണുന്ന ബിൽഡിംഗ് ആണത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സർ ഐസക് ന്യൂട്ടൺ പഠിച്ച കോളേജാണ്. എന്തൊരു വലിയ കാര്യമല്ലേ. കാരണം എന്താ വെച്ചാൽ എത്ര ചെറിയ കുട്ടിക്കും സയൻസ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിൽ ഇമ്മീഡിയറ്റ്ലി വരുന്ന ഒരു പേരാണ് സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹം പഠിച്ചൊരു കോളേജിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഫീലാണ്. ഈ ട്രിനിറ്റി കോളേജിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മരമില്ലേ, ഇതൊന്ന് നോക്കി വെച്ചോട്ടോ, ആപ്പിൾ ട്രീ ആണ്. ആൾക്കാർ വന്നിട്ടേ അതിൻ്റെ മുമ്പിൽ നിന്ന് ആപ്പിൾ പിടിച്ച് ഫോട്ടോ എടുക്കണം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിന് ഗ്രാവിറ്റി ആയിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിൾ ഉണ്ടായ ആപ്പിൾ മരമല്ല, പക്ഷേ അതിൻ്റെ സ്പീഷീസിൽ വെട്ടത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ മെമ്മറിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന ഗാർഡായിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ അയാളിങ്ങനെ പണ്ട് ഇന്ത്യയിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവൻ്റെ പേര് ഐസക് എന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞങ്ങളാ നിൽക്കുന്നതെന്ന്. ഞങ്ങളിങ്ങനെ നേരെ ഡയഗണലിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഒരു മുറി അയാളിങ്ങനെ പോയിന്റ് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. ആ മുറിയിലായിരുന്നു ഐസക് ന്യൂട്ടൺ താമസിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ ആപ്പിൾ ട്രീ നിൽക്കുന്ന ഭാഗം ഐസക് ന്യൂട്ടൻ്റെ ഒരു പ്രൈവറ്റ് ഗാർഡൻ പോലെയായിരുന്നു. അപ്പോൾ അയാൾ രാത്രിയൊക്കെ ഈവനിങ്സ് അവിടെ നടക്കാൻ വരുമായിരുന്നു, അവിടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും. നമ്മൾ ചിന്തിക്കുകയാണ് ഇത്രയും നൂറുകണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റ് ഈ ഭാഗത്തിൽ കൂടെ നടന്നിരുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ആ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേംബ്രിഡ്ജിൻ്റെ അടിയിൽ ഒരുപാട് കോളേജസ് ഉണ്ട് കേട്ടോ. കിങ്സ് കോളേജ്, ട്രിനിറ്റി കോളേജ്, സെയിൻറ്റ് ജോൺസ് കോളേജ്. അപ്പോൾ ഇതിലേക്കൊക്കെ കുട്ടികൾ വരുന്നതൊക്കെ കാണാം. അപ്പോൾ എനിക്കൊന്ന് കുട്ടികളുടെ പാരൻസിന് ഇതുപോലെ വിസിറ്റേഴ്സ് ടാഗൊക്കെ വെച്ച് കയറാം. അവർക്ക് ഇങ്ങനെ പൈസ ഒന്നും കൊടുക്കാണ്ട് കയറാം. അപ്പോൾ കുറേ പാരൻസ് ഉള്ളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏതൊരു പാരൻറ്റിനെ പോലെ നമ്മളിങ്ങനെ ആഗ്രഹിക്കും എന്നെങ്കിലും നമ്മുടെ മക്കളിവിടെ വരണം, പഠിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു സ്ഥലം.
ന്യൂട്ടണെക്കുറിച്ചും ന്യൂട്ടൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ആപ്പിൾ ട്രീ കാണാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആപ്പിൾ ട്രീയുടെ അടുത്തേക്ക് ഒന്നും കൂടെ പോയപ്പോൾ എടുത്ത വിഷ്വലാണ് ഇത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. വെറുതെ എനിക്ക് ഒരു ആപ്പിൾ കൊണ്ടുവരായിരുന്നു, ആപ്പിൾ പിടിച്ച് 2 ഫോട്ടോ എടുക്കായിരുന്നു എന്ന് തോന്നിയൊരു സമയമാണത്. അങ്ങനെ കോളേജുകൾ കണ്ട് തേരാപ്പാര, കേംബ്രിഡ്ജ് ഇതിൻ്റെ സിറ്റി കൂടെ ഉള്ള നടത്തം കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു പതുക്കെ ഈ സിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കാമെന്ന് കേട്ടോ. ആ നടത്തവും ബ്യൂട്ടിഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ സിറ്റികളില്ലേ, ഇങ്ങനത്തെ എന്താ പറയുക മെഡീവൽ സിറ്റീസ് എന്ന് പറയുന്ന ഇതിൽ കൂടെയുള്ള വാക്ക് എപ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയുക ചരിത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ തരും. ബിൽഡിങ്സ് ആയാലും അതിൻ്റെ ആർക്കിടെക്ചർ ആയാലും എല്ലാം പണ്ടത്തെ സ്റ്റൈലായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുട്ടായാലും പിള്ളേർക്ക് ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒന്നും ഈ 5 വയസ്സുകാരിക്കും 1 വയസ്സുകാരനും പറഞ്ഞിട്ട് ഒരു കാണാൻ മനസ്സിലാവത്തില്ല. പിന്നെ മൈക്കിക്കാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് അപ്പോൾ കളിക്കണം, അവർക്ക് കോളേജൊക്കെ കണ്ട് മതിയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് തപ്പിയപ്പോൾ അടുത്തൊരു പാർക്കുണ്ട്, എന്നാൽ പിന്നെ ആ പാർക്കിലേക്ക് പോയി കുറച്ച് നേരം പിള്ളേർ സ്വസ്ഥമായി കളിച്ചോട്ടെ എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പിന്നെ ഉള്ള നടത്തം തുടങ്ങിയത്. നല്ല വെതർ ആയതുകൊണ്ട് തന്നെ പാർക്കിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഒരുപാട് ക്രൗഡഡ് ഒന്നും അല്ല, പക്ഷേ ആൾക്കാർ വന്ന് എന്താ പറയുക പിക്നിക് മാറ്റൊക്കെ വിരിച്ച് ഫാമിലിയെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, ടീമുകളായിട്ട് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പം ഇവർക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. പോരാത്തതിന് വിശപ്പും ഇച്ചിരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ കൗണ്ടർ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം ഇവിടെ ഇരിക്കുക എന്നുള്ള പ്ലാനിലാണ് പാർക്കിലേക്ക് കിടക്കുന്നത്. നല്ല വെതർ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് വെയിലിരിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ഒരു വെയിലിരിക്കാൻ നമുക്ക് ആക്രാന്തമില്ലല്ലോ ഇവിടുത്തെ ആൾക്കാരുടെ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു മരത്തിൻ്റെ ഇടയിൽ തണൽ കണ്ടുപിടിച്ച് ഞങ്ങളവിടെ ഇരുന്നു. കൗണ്ടറിൽ നിന്ന് എന്തോ കുറച്ച് സ്നാക്കൊക്കെ വാങ്ങി കഴിക്കാനിരുന്നു. ഞാൻ നല്ല വെതർ എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഈ വെയിൽ ഒരിക്കലും നല്ല വെതറായി തോന്നാറില്ല. ഈ പച്ചപ്പ് കാണുമ്പോഴേ എനിക്ക് എപ്പോഴും ഭയങ്കര ആക്രാന്ത. കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം എന്ന് തോന്നും. എപ്പോഴും പിള്ളേരെ വെച്ചിട്ട് പച്ചപ്പിനകത്തുള്ള ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന പച്ചപ്പ് കണ്ടപ്പോൾ ഞാൻ വെച്ച് പിള്ളേരെ കുറേ കിടത്തിയും ഇരുത്തിയും ചെരിച്ചും ഒക്കെ കുറേ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സ്നാക്കൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ സ്നാക്കൊക്കെ തിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഫാമിലിയുടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അടിപൊളിയായി സമയം സ്പെൻഡ് ചെയ്തെന്ന് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് അത്രയും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം വീട്ടിലാണെങ്കിൽ ഒന്നെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചിലപ്പോൾ അയ്യോ ആ പാത്രം കഴുകിയില്ല അല്ലെങ്കിൽ ഇതുണ്ടാക്കായിരുന്നു, അങ്ങനെ കുറേ ചിന്തകൾ വരും. ഇതാകുമ്പോൾ പുറത്താകുമ്പോൾ നമുക്കിപ്പോൾ പാത്രം കഴുകലും ഉണ്ടാക്കലും ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല, ഈ സമയം എൻജോയ് ചെയ്യാന്നുള്ളൊരു തോട്ടിൽ നമ്മൾ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരു അൺഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും അങ്ങോട്ടും എന്താ പറയുക അർമാദിച്ച് കളിക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു ഞങ്ങൾക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇടയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇവരുടെ ഈ ചിലപ്പോൾ അടിപിടി ബഹളം കരച്ചിലും ചിലപ്പോൾ ചിരി തന്നെ ആയിരിക്കാം, കുറേ നോയ്സ് ആകുമ്പോൾ എനിക്കങ്ങ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഓടിപ്പോയാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ റീൽ കാണുമ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങളത് വാല്യൂ ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ ഈ സൗണ്ട് കേട്ടിരുന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കും, അവരവരുടെ പാട് നോക്കി പോയി കഴിയുമ്പോൾ മിസ് ചെയ്യും. അങ്ങനത്തെയൊക്കെ വായിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും അയ്യോ ഈ ടൈം ഞാൻ മാക്സിമം എൻജോയ് ചെയ്യണം. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് ഇവരുടെ കളിയും ചിരിയും കാണുമ്പോൾ അതിനെ ഞാൻ മാക്സിമം വാല്യൂ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറേ നേരം പാർക്കിൽ തിമിർത്ത് കളിച്ച് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ മതി, ഇന്ന് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പക്ഷെ നടന്ന് പകുതി വഴിയെത്തിയപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ലേക്കിനകത്ത് കുറേ ബോട്ടുകൾ ഇങ്ങനെ ഇട്ടേക്കുന്നു. അപ്പോൾ അനുപ് പറഞ്ഞത് നമുക്ക് പണ്ടിങ്ങനെ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മടുത്തു. കാരണം ഇത്രയും പാർക്കിൽ കളിച്ച് വയ്യാണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് വീട്ടിൽ പോയാൽ മതി. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ബോട്ടിങ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ ബോട്ടിങ്ങിനൊന്നും പോയില്ല, തിരിച്ച് വീട്ടിൽ പോകാനുള്ള പ്ലാൻ തന്നെയായി. അതായിരുന്നു ഞങ്ങളുടെ ഒരു കേംബ്രിഡ്ജ് ഡേ. അടിപൊളിയായിരുന്നു. ഹിസ്റ്ററി കൂടെയുള്ളൊരു വാക്കും ഒരു അടിപൊളി ഫാമിലി ടൈമും. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കൂ. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.